ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ഇതേ ചായ വെക്കലാണ്. ഈ ചായ കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പണിയെടുക്കാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ചായയല്ല കേട്ടോ, കോഫിയാണ്. ഇതൊരു സ്പെഷ്യൽ കോഫിയാണ്. ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡറും നെസ്കഫേയുടെ ക്രിസ്റ്റലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു കോഫി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക എനർജിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പായ കിട്ടിയിട്ടുണ്ട്. ഇത് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും വന്നപ്പോൾ കൊണ്ട് കൊടുത്താണ്. അപ്പോൾ എനിക്കും തന്നിട്ടുണ്ട് 2 അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും മഞ്ഞളും ഉപ്പുപൊടി ഇട്ട് അതങ്ങ് വേവിക്കാൻ വെച്ചു. ഇനി കുറച്ച് തേങ്ങയും കൂടി വേണമായിരുന്നു കേട്ടോ, അരപ്പിടാനായിട്ട്. അപ്പോൾ ഞാനത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പും റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഇതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീൻകറി വേഗം സെറ്റാക്കുവാണ്. അപ്പോൾ മീൻകറി സെറ്റാകുന്ന നേരത്തേക്ക് നമ്മുടെ പപ്പങ്ങയൊക്കെ വെന്ത് വന്ന് അതിലേക്ക് അരപ്പൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. അപ്പം മീൻകറിക്ക് വേണ്ടി പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായി വന്നപ്പോൾ അതിലേക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളക്കുന്ന നേരത്തിന് നമുക്ക് കുറച്ച് മത്തി പൊരിക്കാനുണ്ട്. അപ്പം മത്തി ഇന്നലെ വാങ്ങിച്ച് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് മത്തി പൊരിക്കാനും കൂടി അടുപ്പത്തേക്ക് ഇട്ട്, അപ്പോൾ മീൻകറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര.